ചായ. നീലോ എന്തിനു വെറുതെ വെച്ച് വെക്കണേ? ഞാൻ ഇവിടെ നിൽക്കണ്ടില്ലേ? നീ ഇത്ര നേരത്തെ പോണു? നേരത്തെ ഒന്നുമല്ല, 9 മണിയായി. 10 മണിയാവും ഞാൻ അവിടെ എത്തുമ്പോ. അമ്മേ ഞാൻ പോകണ്ട, കോളേജിൽ പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരുള്ളൂ. കോളേജിൽ പോയിട്ട് നേരെ ഡാൻസ് പ്രാക്ടീസിന് പോണോ? എവിടെ? ശരത്തിന്റെ വീട്ടില്. ശരത്തിന്റെ ഇവിടെ എവിടെ? ക്വാർട്ടേഴ്സില്. ക്വാർട്ടേഴ്സ് എവിടെടാ? ശരി, ഇതെന്തോ ഇഷ്ടം രാവിലെ തന്നെ സമയം കളയാനായിട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ പോകണ്ട അമ്മ, പോയിട്ടാ. കണ്ടാ ചോദിച്ചതിന് വ്യക്തമായിട്ട് മറുപടി പറയാതെ പോണണ്ട. എവിടെ വാടക കൊടുക്കണേ. ഉച്ചയ്ക്ക് അയാൾ വരും, എവിടെയും പോകരുത്. കൃത്യമായിട്ട് എണ്ണീട്ടുണ്ടല്ലോ? എണ്ണീട്ടുണ്ട്. കൂടുതലുണ്ടെങ്കിൽ അവിടെ തരണേ. കുറവുണ്ടെങ്കിലാ? അത് കയ്യിൽ നിട്ടാൽ മതി. എന്റെ ഇല്ല. എന്റെ ബാലു അത് കൂടുതലൊന്നുമില്ല, കുറവുമില്ല. കറക്റ്റ് 14,000 രൂപ ഉണ്ട്, കൊടുത്തേക്കണം. 14,000 രൂപ കറക്റ്റ് ഉണ്ട്, അത് കൊടുത്തേക്കണം. എവിടെയും പോവുകയും ചെയ്യരുത്. അച്ഛാ, എന്റെ ഡ്രസ്സ് അലക്കിയിടണേ. പിന്നെ ആ മരത്തിന്റെ ചുവട്ടിലൊന്നും കൊണ്ട് ഇട്ട് കളയില്ലേ, വേലി കാണത്തില്ല. സ്വന്തമായിട്ട് ഡ്രസ്സ് അലക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ നിനക്ക്? അതൊക്കെ ആയി, എനിക്ക് സമയമില്ല. അച്ഛന് കുറെ ഉണ്ടല്ലോ സമയം. അച്ഛാ, ഇവന്റെ യൂണിഫോം കഴുകുമ്പോ അതിന്റെ കൂടെ എന്റെ 2 ജോഡി സോക്സ് ഉണ്ടാവും. അത് 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 ആ ബെഡിന്റെ ചോട്ടിലെങ്ങാനും കാണും. അതെടുത്ത് അലക്കേക്കണം. സമയായി. ബാലു എന്താ പറയാൻ പോയെ? നിന്റെ എന്തെങ്കിലും സാരിയോ ബ്ലൗസോ ഉണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ജാട് ഇറക്കല്ലേ. എന്റെ ഇത്രയും നാളായിട്ട് വല്ലതും കഴുകി തന്നിട്ടുണ്ടാ? എവിടെയും പോവരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ബൈ ബൈ അച്ഛാ, ബൈ. ഇത്രയും നാളായിട്ട് അവിടെ ഡ്രസ്സ് അലക്കിയിട്ടുണ്ടാണ്. ഒരു സസ്പെൻസ് കൊടുക്കാം. എല്ലാം കൂടെ എടുത്തിട്ട് 2-3 തുണി വെച്ചിട്ടാ മതിയായിരുന്നു. എപ്പോൾ തന്നെ ചെയ്യണം. ഞാനെന്ന് വയ്യ. ഇതിന് പിന്നെ അഴിക്കൊന്നുമില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലേ. നേരം കുറെ ആയല്ലോ, ഇതെവിടെ പോയി കിടക്കണേ? ആര്? ചേട്ടാ, ചേട്ടനെ മനസ്സിലായില്ലേ? ഇല്ല. ചേട്ടാ, ഞാൻ രമ. രമേ? ചേട്ടാ, ആര്യനാടുള്ള തങ്കത്തിന്റെ മോള്. ആര്യനാട് ഉള്ള തങ്കത്തിന്റെ മോള് രമ. തങ്ക ചേച്ചിയുടെ മോളാ? രമ. നീ എന്തിവിടെ? ചേട്ടാ, ഞാൻ കുറച്ച് നാളായിട്ട് ഇവിടെ കൂട്ടുകാരുടെ വീട്ടിലാണ് താമസം. നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? നീ ഇപ്പൊ അരൂരല്ലേ താമസിക്കണേ? ഒന്നും പറയണ്ട ചേട്ടാ, വീട്ടുകാരെല്ലാരും കൂടെ കെട്ടിച്ചു വിട്ടതാ. ഭയങ്കര ഉപദ്രവ ചേട്ടാ. ആര്? വേറെ ആരാ? എന്റെ ഭർത്താവ്. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വിധത്തിലും സമാധാനം തരില്ല. അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ കൂട്ടുകാരുടെ ഒപ്പം 1-2 തവണ പോയപ്പോ ചേട്ടനെ ജംഗ്ഷനിൽ വെച്ച് കണ്ടായിരുന്നു. അന്വേഷിച്ചപ്പോഴാ മനസ്സിലായ ചേട്ടന്റെ വീട് ഇവിടെയാണെന്ന്. അയ്യോ അയ്യോ ചേട്ടാ, അയാൾ ഇങ്ങോട്ടാ വരുന്നത്. ചേട്ടാ, ഞാൻ ഇവിടെ എന്തെന്ന് പറയില്ലേ ചേട്ടാ. ചേട്ടാ പറയില്ലേ, എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ടാ വരുന്നതെന്ന്. ചേട്ടാ പറയല്ലേ ചേട്ടാ. നീ എന്തിനകത്ത് പോണേ? ചേട്ടാ പറയല്ലേ പ്ലീസ്. എന്ത്? ഇവിടെ സ്ത്രീകളാരെങ്കിലും ഉണ്ടോ? ഇവിടെ സ്ത്രീ ഉണ്ട്, എന്റെ ഭാര്യ. പക്ഷെ ഇവിടെ ഇല്ല, ജോലിക്ക് പോയിക്കാണ്. വേറെ ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചത്? വേറെ ആരും ഇവിടെ ഇല്ല. വേറെ ആരുമില്ല? ഇല്ല, ആരുമില്ല. എന്ത്? ഇങ്ങോട്ടൊരു സ്ത്രീ ഓടിപ്പോന്നെ തോന്നുന്നു. അവിടെ നിൽക്കുന്ന ആള് പറഞ്ഞല്ലോ. അവിടെ ആള് പറഞ്ഞ ഇങ്ങോട്ടൊരു സ്ത്രീ ഓടിപ്പോ. എങ്കിൽ അയാൾ ചെന്ന് പറ, ഇവിടെ ഇങ്ങോട്ട് ആരും വന്നില്ലെന്ന് പറ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണ് ഇവിടെ ആരും വന്നിട്ടില്ല അല്ലേ? പറഞ്ഞില്ലേ പോയി, ഇവിടെ ആരും വന്നില്ലെന്ന്. ഇയാളെ പോലീസുകാരാ എന്നോട് ചോദ്യം ചെയ്യേ? പോ ഇയാൾ പോ. എന്ത്? അല്ല, ആര് ഇവിടെ വന്നില്ല, ഇവിടെ ആരും ഇല്ല. ഇയാൾ പോ. എന്ത്? എന്ത് കാര്യം? ആരോ ഒരു വഴി പോക്ക. അയാൾ ആരോ ഇതിന്റെ അകത്ത് കയറിയിരിക്കണം. ആരോ അല്ല, എന്റെ ഭാര്യ. അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
എനിക്കല്ല വട്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്തിനാണ് അവൾ ഇവിടെ തന്നെ ഈ വീടിനടുത്ത് തന്നെ താമസിക്കണമെന്ന് എനിക്ക് ഇപ്പൊ പിടികിട്ടി. ഇയാള് ഭ്രാന്ത് പറയല്ലേ, ഞാൻ പോലീസിനെ വിളിക്കും. ഇയാളെ പോ. നിങ്ങക്ക് ആള് മാറിയതായിരിക്കും. പോയിക്കോ. പോവാൻ പറഞ്ഞു. പോവാ. ഇയാളെ ഭാര്യ എന്റെ അടുത്ത് വന്ന് കയറിയെന്ന്. നിങ്ങളെ കണ്ടപ്പോ ഒരു കള്ളലക്ഷണം തോന്നിക്കാണും. വെറുതെ ഇതില് പോയ ആള് അയാളുടെ ഭാര്യ എവിടെ ഉണ്ടോന്ന് ചോദിച്ചത് അതാണ്. പിന്നെ നിങ്ങളെ മുഖത്ത് നോക്കിയാ അന്യന്റെ ഭാര്യക്ക് അഭയം കൊടുക്കുമെന്നൊക്കെ തോന്നും. കുട്ടികളവിടെ അവർ ട്യൂഷൻ കണ്ടുവരും. ഞാൻ അത് പറയാൻ വന്നതെന്ന് വെച്ചാൽ എന്താ വിളിച്ചേ? നീ എവിടെ പോണു? എവിടെ പോണെന്നാ? ഞാൻ ഡ്രസ്സ് മാറാൻ പോണു. ഡ്രസ്സ് ഇതേ എനിക്ക് ഭയങ്കര തലവേദന. ഒരു ചായ എടു. എനിക്കുണ്ട് ഭയങ്കര തലവേദന. പാലുണ്ട് ചായ? ചായ വേണ്ട. ഞാൻ കുറെ തുണി കഴുകിയിട്ടുണ്ട്. നിന്റെയും പിള്ളേരൊക്കെ ഉണ്ട്. അത് ഉണങ്ങി കണ്ടിപ്പെടുത്തുണ്ടോ? അത് പിന്നെ എടുക്കാം. സമയമുണ്ടല്ലോ. അത് പിന്നെ എടുക്കും. ഒരു കാര്യം ചെയ്യും. നീ ഇപ്പൊ എവിടെ പോണേ? നീ എവിടെ പോണേ? എന്തൊക്കെയാ വട്ടായ ആളും കൂടെ. ഞാൻ ഡ്രസ്സ് മാറട്ടെ. ധൈര്യമായിട്ട് മറിക്കോ? ധൈര്യമായിട്ട് മാറാനാ? സമനില തെറ്റിന്നാ തോന്നണേ. ഇവിടെ കയറില്ല. അയാള് പോയോ? അയാള് പോയി. അവള് വന്ന്. ആര്? എന്റെ ഭാര്യ. അയ്യോ, ഞാൻ വന്ന് ചേച്ചി അറിഞ്ഞോ? അവള് കയറി വന്നപ്പോ ഞാൻ പറഞ്ഞില്ല. അയ്യോ, പറയാത്ത പ്രശ്നമാണോ? പ്രശ്നമാണ് തന്ന് പറയുന്നതായിരുന്നാ ഞാൻ. അവള് വന്നു. നീ ഒരു കാര്യം ചെയ്യും. നീ ഇവിടെ നില്ല്. ഞാൻ പോയിട്ട് വരാം. നീ നില്ല്, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് വരില്ല ചേട്ടൻ. എന്തിന്? അല്ല, എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയാവണം. അയ്യോ ദൈവമേ. നീ ഒരു കാര്യം ചെയ്യും. നീലു ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, നമ്മൾ പിടിക്കപ്പെടുവോ? പിടിക്കപ്പെടാനും നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അത് ശരിയാണല്ലോ, നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വേഗം ചെല്ലു ചേട്ടൻ. ഞാൻ പോയിട്ട് വരാം. അയ്യോ, ചായ ഇട്ടില്ലേ? ചായ ഇട്ടില്ലേ? അയ്യോ, എനിക്ക് ഒട്ടും വയ്യ. എനിക്കും അതെ. എന്തോ പോലെ ഭയങ്കര തലവേദന, ആകെ ഒരു വിഷമം. ഞാനും അതെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു വെപ്രാളം പോലെയൊക്കെ. എനിക്കും തോന്നി BP ഉണ്ടോന്നൊരു സംശയം. ചെക്ക് ചെയ്യാൻ പോണം. ചായ ഇട്, എന്നിട്ട് നമുക്ക് BP യെ പറ്റി സംസാരിക്കാം. BP യെ പറ്റിയാ? അല്ല, എന്തെങ്കിലും സംസാരിക്കാം. നീ ചായ ഇട്. നീ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് എന്തോ പോലെ. എണീക്ക്. പോ. അയ്യോ, അന്നാ ട്യൂഷനെ കഴിഞ്ഞാ? പഠിച്ചാ? കൃത്യമായി പഠിച്ചിട്ടുണ്ട്. നീ എവിടെ പോണ്? ഞാൻ മുറിയില് വന്നോടനെ മുറി കയറി കുത്തിരിക്കാൻ പോണാ? എനിക്ക് യൂണിഫോം മാറണ്ടേ? മകളെ യൂണിഫോം മാറ്റിപ്പോ. അതെ, നീ അടുക്കളയിൽ ചെന്ന് അമ്മയെ സഹായിക്കാം. അമ്മയ്ക്കൊട്ടും വയ്യ. അടുക്കളയിൽ പോയി അമ്മയെ സഹായിക്കാം. അമ്മയ്ക്കൊട്ടും വയ്യ. അച്ഛനെ സഹായിക്കാതെ യൂണിഫോം ഒന്ന് മാറട്ടെ. മൊത്തം നീ പോടി. അമ്മയ്ക്കൊട്ടും വയ്യെന്ന്. യൂണിഫോം മാറട്ടെ. അമ്മയുടെ അടുത്ത് പോ. അച്ഛനെന്താ പറ്റി? പൊന്നു മക്കളെ, അച്ഛനൊന്നും പറ്റിയില്ല. അച്ഛനെ നോക്കണേ. ഈ റൂമൊക്കെ എന്ത് ഇത്ര വൃത്തിയായിട്ടിട്ടേക്കണേ? അയ്യോ, അച്ഛന്റെ മുറി ഭയങ്കര ഭംഗിയിലാണോ കിടക്കുന്നത്? അച്ഛന്റെ മുറി നീ തന്നെ വൃത്തിയാക്കണം. നീ ഇപ്പൊ ചെല്ലു. അമ്മയെ സഹായിപ്പോ. അമ്മയെ സഹായിക്കും. എന്റെ പൊന്നു വിട്ടാ നീ പോ. പോ, അമ്മയെ സഹായിപ്പോ. എവിടെ? അയ്യോ, എനിക്ക് കണ്ടില്ലല്ലോ. പറ്റൂല. ബാത്റൂമിലെത്തി. കുഴപ്പമില്ല, എന്റെ മോന്റെ ബാത്റൂമാണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല. പ്രശ്നമല്ലേ? അവളാ വീതി. ഇതെന്തിനാ അത് കുറ്റിടണേ? അത് കുറ്റിടണ എന്തിനാ? കഥ കുറ്റിടാതെ ോമാരെല്ലാം കൂടെ അകത്ത് കയറി എന്റെ സാധനം എടുത്തു നശിപ്പിക്കൂലേ? അതിന് ദേഷ്യപ്പെടണ എന്തിനാ?
ദേഷ്യപ്പെട്ടതല്ല നീലു. ദേഷ്യമുണ്ട്. ഒരു മനുഷ്യന് ഒരു അബദ്ധം പറ്റിയാൽ അത് തിരുത്താനുള്ള സാവകാശം തരണം. എന്തിന്? അത് ഞാൻ പറയണമെന്ന് കേൾക്കാൻ ക്ഷമ നിങ്ങൾക്കില്ലല്ലേ? മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കിയല്ലേ എന്തെങ്കിലും കാര്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റൂ. ഇത് പറ്റിപ്പോയി, മിണ്ടരുത്. അനുഭവിച്ചോ? അച്ഛാ അച്ഛൻ എന്തീ പറയണേ? എന്തീ പറയണേ? ബാലു എന്താ പറ്റിയേ? വേർക്കുണ്ടല്ലോ. ബി.പി ഉണ്ടോ? ഇവിടെ ഇരിക്കേ, ഇവിടെ ഇരിക്കേ. എനിക്ക് ബി.പി ഉണ്ടെന്ന് നോക്കാം. നീ ഞാൻ ഡോക്ടറാ? ഇവിടെ വന്നേ, ഇവിടെ ഇരിക്കേ. വാ, ഹോസ്പിറ്റലിൽ പോവാന്നാ. കുറ്റിട്ട് അമ്മേ ആരെയാ ഡോർ അടച്ചേ? എനിക്കെങ്ങനെ അറിയാം? ലച്ചു ആയിരിക്കും. ഞാനാ ആയിരിക്കും. ഇത് കുറ്റിയിടാൻ പോയില്ലേ, അതുപോലെ അത് കുറ്റിട്ടുണ്ടാവും. എന്ത് സംഭവിച്ചാലും കുറ്റം മുഴുവൻ എനിക്ക്. ഞാൻ മാക്സിമം നോക്കും, പറ്റിയ രക്ഷപ്പെടുത്തി വിടും. അബദ്ധം വല്ലതും പറ്റിയ ഒരു കയറെടുത്ത് ഇവിടെ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. പറഞ്ഞേക്കാം, ഞാൻ നിരപരാധിയാണ് ഇക്കാര്യത്തിൽ. ബാലു എന്താ എനിക്ക് ഞാൻ ആശുപത്രി പോണ്ടി വരുമോ? എന്നാ പിന്നെ ആശുപത്രി പോവാം. ബാ ആശുപത്രി പോവാം. വഴിയിടുന്നു ആശുപത്രി പോകണം. എന്താ എന്താ പറ്റിയേ? നീ നേരത്തെ എത്തിയാ? ഞാൻ നേരത്തെ എത്തി. കൃത്യമായിട്ട് വന്ന് നന്നായി. എന്താ അച്ഛാ? നാടാ വലിച്ചേറി അച്ഛൻ്റെ രക്തം കുടിച്ചിട്ട് പോ. വട്ടായ മകളെ വാ. നീ എവിടെ പോണ്? ഞാൻ റൂമിലോട്ടൊന്നും പോണ്ട, നമുക്ക് പുറത്തോട്ട് പോവാം. എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തോന്ന്? വാടാ. മിണ്ടി പോലെ മിണ്ടാന്ന് പറഞ്ഞില്ലേ? കൊച്ചിനെ തള്ളിടണ. വാടാ, ഒരു കാര്യം പറയട്ടെ. എന്താ പറ്റിയത്? എന്താ അച്ഛാ? ഡേയ്, നീ എന്താ നേരത്തെ വന്നേ? അത് ശരി, ഞാൻ കുറച്ച് ലേറ്റ് ആയെന്നാ. ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ലടാ. 10 മിനിറ്റ് വയസ്സായില്ലേ, ഇനി രാത്രിയൊക്കെ ഇറങ്ങി നടക്കാം. നീ സെക്കൻഡ് ഷോയ്ക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, ചെന്നൈയിൽ ഫ്രണ്ട്സിനൊപ്പൊക്കെ. ചെന്നൈ പോയാൽ പോരാ, ഇവിടെയും പോണം. ഇപ്പൊ എന്ത് സെക്കൻഡ് ഷോന്റെ കാര്യമൊക്കെ പറയുന്നത്? ഓർമ്മകളടാ, അച്ഛൻ പണ്ട് കൊച്ചില് സെക്കൻഡ് ഷോയ്ക്ക് പോകും, വീട്ടുകാരറിയാതെ. എന്നിട്ട് സെക്കൻഡ് ഷോ കഴിച്ചിട്ട് നേരെ ജനലിൽ കൂടെ അകത്ത് കയറും. അതൊക്കെ ത്രില്ലല്ലേടാ. ഒരിക്കൽ അച്ഛൻ ഡാഡിയോടെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത് ദിവസം സെക്കൻഡ് ഷോയ്ക്ക് ഒന്നും പോകരുത് കേട്ടോ. ഒരു കാര്യം ചെയ്യ്, നീ കൂട്ടുകാരനെ വിളിച്ചോണ്ട് ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് വയ്ക്കോ. എന്നിട്ട് സിനിമ കഴിഞ്ഞ് അവൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോ. ഇപ്പൊ തന്നെ പോണോ? സമയം 7 ആയിട്ടുള്ളൂ. എടാ, ഞാൻ സിറ്റി പോയിട്ട് ഒരു കറക്കൊക്കെ ഇറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ച് സിനിമയ്ക്ക് കൂടാ. ശരി, അമ്മയടുത്തും കൂടി ഒന്ന് പറഞ്ഞു. ആൾക്ക് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോളൂ. പോയിട്ട് വരാം. പോയിട്ട് വരാം. പോയിട്ട് വെച്ചാ. പിന്നെ ഒരു മാരണം ഒഴിവായി. ഞാൻ വന്നു. എന്തിന് എന്തിനാ? എന്തിന് താമസിച്ച് വന്നേന്ന്? ഓ അങ്ങനെ. അതെ അണ്ണാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി. ഇല്ല മോളെ, ലേറ്റ് ആയില്ല. നീ കൃത്യസമയത്ത് തന്നെ എത്തി. അണ്ണാ, ഞാൻ വന്നിട്ട് എന്താ അണ്ണനൊരു സന്തോഷമില്ലാത്തെ? സന്തോഷമുണ്ട്, പക്ഷെ ചിരിക്കാൻ പറ്റണില്ല. ചിരിക്കാൻ പറ്റുന്നില്ലെന്നോ? അതെന്ത് പറ്റി? അതൊക്കെ പറ്റി. മോളൊരു കാര്യം ചെല്ല്, ചെന്ന് ഫ്രഷ് ആവ്, കുളിക്ക്, എന്നിട്ട് ലച്ചുവിന്റെ റൂമിൽ പോയി കിടക്ക്. വേറെ റൂമിൽ പോവല്ലേ. അതെന്താ വേറെ റൂമിൽ പോയാ? അണ്ണൻ പറയണ കേക്ക്. പോ, ചെല്ല്, പോ 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 പോ. ആകെ പ്രശ്നമായി. ഇതെന്റെ മോന്റെ റൂമാണ്. അവനെ ഞാൻ പറഞ്ഞു വെച്ച്. അപ്പൊ എന്റെ അനിയത്തി കയറി വന്നേക്കാണ്. ആര്? സുസ്മിതയോ? നിനക്ക് അറിയാമോ? ഞാൻ കൊച്ചിലെ അവളെ, പിന്നെ പണ്ട് പണ്ട് കിണ്ട് ഇവിടെ മനുഷ്യ വിണ്ടു കയറി നിൽക്കുമ്പോഴാണ് അവളെ പണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും? അവ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ അവളിപ്പൊ ഇവിടെ കയറി വരും. ഒരു കാര്യം ചെയ്യ്, നമ്മൾ ഒരിക്കലും പിടികൊടുക്കരുത്. ഇല്ല. നീ എങ്ങോട്ടേലും ഇറങ്ങി ഓടും. ഈ രാത്രി ഞാൻ എങ്ങോട്ട് ഇറങ്ങി ഓടാനാ? അത് ശരിയാണല്ലോ, വല്ലാത്ത അവസ്ഥയായി പോയി. ഒരു കാര്യം ചെയ്യ്, ബാത്റൂമിൽ ഓടി. അയ്യോ കട്ടിലടി വിളി, കട്ടിലടി. വേണ്ട പോ ചേട്ടാ. കട്ടന്റെ ഇടയിൽ വിളി, കട്ടന്റെ ഇട പോ. കട്ടന്റെ കയറി വിളിക്ക്. അവളെ
ഉറങ്ങുമ്പോ ഞാൻ വന്ന് വിളിച്ചോണ്ട് പോവാം. ആ ശരി. ആ ഓ ചേട്ടാ. കാല് കാണുന്നു, ഓ, ശരി. കാല്. ഉഫ്. എന്താണ് ഇത്ര നേരമായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാഞ്ഞ്? എന്റെ പൊന്നുമോളെ, ചേട്ടന് വയ്യ, ക്ഷീണമായിരുന്നു. മക്കൾ കിടന്ന് ഉറങ്ങും. ഞാൻ ഇപ്പൊ കിടക്കുന്നില്ല, കുറച്ച് കഴിയട്ടെ അണ്ണാ. അയ്യോ അയ്യോ അയ്യോ, സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ കണ്ണിന്റെ അടി കറപ്പൊക്കെ വീഴും. അതൊന്നും സാരമില്ല. സാരമില്ലേ, കിടന്നുറങ്ങ്. അണ്ണൻ പാട്ട് പാടി തരണോ? അണ്ണാ പോ. ഞാൻ കിടന്നു. ചെരിപ്പിട്ടോണ്ടാണ് മക്കളെ കിടക്കണത്. എന്തോന്നത് അണ്ണ ഒരു തരം, കുഴപ്പമില്ല. സാരമില്ല അണ്ണാ. സാരം ഉണ്ട് മോളെ. വെറുതെ കിടന്ന് അനങ്ങല്ലേ കേട്ടാ. എനിക്കറിയാം, ഒരുപാട് നേരം നിന്ന കാല് കഴിക്കും. അല്ല, ഒരുപാട് നേരം കിടന്ന് മക്കളെ കാല് കഴിക്കും. കിടന്നു ഓ, അങ്ങനെ അണ്ണ പോതച്ചേരെ പാട്ട് പാടി തരണോ? അണ്ണാ ഞാൻ കിടന്നോളാം. വേണ്ട. വാവോ വാവോ, ഉറങ്ങിക്കോ അണ്ണാ എന്തിത്? ഉറങ്ങിക്കോ. അനങ്ങല്ലേ ഓ കേട്ടാ, അനങ്ങാതെ നില്ല് കേട്ടാ. കേട്ടാ മക്കളെ, ലൈറ്റ് അണക്കണോടി. അടച്ചോ അടച്ചോ അടച്ചോ. അത് ചാരനില്ല. അണ്ണൻ പുറത്ത് സോഫ കിടക്കും കേട്ടാ. ഉറങ്ങി കഴിഞ്ഞിട്ട് വന്ന് വിളിക്കോ കേട്ടാ. അതെന്താ ഉറങ്ങി കഴിഞ്ഞിട്ട്? ഉറങ്ങി 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 ഉറങ്ങി. ആ